പ്രൈസ് ലോർഡ്. പ്രൈസർ ഫാമിലിയുടെ പ്രഭാതമനെ എന്ന പ്രതിദിന വചന സന്ദേശത്തിലേക്ക് ക്രിസ്തുവേശുവിൽ നിങ്ങൾക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കഴിഞ്ഞ രാത്രിയിലും അതെ, നമ്മൾ ഒരുമിച്ചായിരിക്കുന്ന ഈ നല്ല സമയം, നല്ല അനുഭവങ്ങളിലേക്കുള്ള വഴികൾ നിങ്ങളുടെ ജീവിതത്തിൽ തുറന്നു തരുവാൻ പ്രാർത്ഥിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവിധത്തിൽ നിങ്ങൾക്ക് മുമ്പിൽ തുറന്നു തരുവാൻ പോകുന്ന ഒരു വഴിയെക്കുറിച്ച് പറഞ്ഞ ആലോചന, വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവചന ദൂതായി നിങ്ങളോടുള്ള ദൈവത്തിൻ്റെ പ്രവചന ദൂതായി നിങ്ങൾക്ക് കൈമാറി ആ വഴിയെ നിങ്ങളെ നടത്തി നിങ്ങളെത്തേണ്ട സ്ഥാനത്ത് എത്തിച്ച് അതിൽ സന്തോഷിച്ച് നിങ്ങളോടൊപ്പമായിരിക്കുവാൻ, പ്രാർത്ഥിച്ചായിരിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുന്നു. പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ ഒപ്പം വന്നാട്ടെ ഒരു വഴി. അതേന്നെ, ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് നിന്ന് ഇപ്പോൾ കരഞ്ഞുകൊണ്ട് നിരാശയോടെ വേദനയോടെ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടി ദൈവം തുറന്നു തരും. പ്രതീക്ഷിക്കാത്തൊരു വഴി. അയ്യോ ദൈവദാസനെ, ഞങ്ങളായിരിക്കുന്ന അവസ്ഥ അതെ അറിയാം, എനിക്ക് അറിയത്തില്ല, എന്നാൽ ദൈവത്തിന് അറിയാം. വാക്യത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ ഞാൻ ക്ഷണിക്കുകയാണ്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യം. അവിടെ ഈ വിധത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു: ഫറവോൻ അടുത്തു വരുമ്പോൾ ഇസ്രായേൽ മക്കൾ തല ഉയർത്തി, മിസ്രയീമ്യർ പിന്നാലെ വരുന്നത് കണ്ട് ഏറ്റവും ഭയപ്പെട്ടു. ഇസ്രായേൽ മക്കൾ യഹോവയോട് നിലവിളിച്ചു. ആ വാക്യത്തിന് അടിസ്ഥാനമായിരിക്കുന്ന സംഭവമാണ് ദൂതിലേക്ക് വഴി നടത്തുന്ന സാഹചര്യം. എന്താണ് ദൂത്? അതെ, കടലിനും ചെകുത്താനും ഇടയിൽ നിന്ന് നിങ്ങൾക്ക് വേണ്ടി, നിങ്ങളുടെ പുറത്തു വരവിന് വേണ്ടി ദൈവം തുറന്നു തരുന്ന, ഒരുക്കി തരുന്ന വഴി. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ സഹോദര, സഹോദരി, മാതാവി, പിതാവി, കുഞ്ഞുമക്കളെ കേൾക്ക്. നിങ്ങൾ ആയിരിക്കുന്ന ചെകുത്താനും കടലിനും ഇടയിൽ നിന്ന് പുറത്തു വരുന്നതിന് വേണ്ടി നിങ്ങൾ പ്രതീക്ഷിച്ച് ഇറങ്ങി തിരിച്ചിടത്തേക്ക് എത്തുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ദൈവം തുറന്ന് തരുന്ന പുതുവഴി. അതെ സഹോദര, സഹോദരി, നീ ആയിരിക്കുന്ന ആ സ്ഥലത്ത് നീ പ്രതീക്ഷയോടെ കടന്നുപോയി, എല്ലാം ഓക്കെ ആയി. ഇനി എൻ്റെ നല്ല സമയമാണ്, ഇനി ഞാൻ പ്രാപിക്കും, ഇനി എൻ്റെ കഷ്ടപ്പാടിന് ഫലമുണ്ടാകും, ഇനി ഞാൻ 4 പേരുടെ മുമ്പിൽ തല നിവർത്തി നിൽക്കും, ഇനി ഞാൻ ആരുടെ മുമ്പിലും കൈ നീട്ടത്തില്ല, മറിച്ച് കൈ നീട്ടുന്നവർക്ക് വാരി കോരി കൊടുക്കും. ഇതൊക്കെയായിരുന്നു ആഗ്രഹം, ഇതൊക്കെ സ്വപ്നം കണ്ട് പ്രതീക്ഷിച്ചു നീ കടന്നു പോയിടത്ത് അയ്യോ മുമ്പിൽ കടൽ, എങ്ങോട്ട് പോകണമെന്നറിയോ? അയ്യോ, പ്രതീക്ഷകളെല്ലാം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു അല്ലേ? എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു. ഇനി തിരികെ പിന്നിലേക്ക് അയ്യോ നോക്കണ്ട. കടക്കാരെല്ലാം കൂടെ 1-ാം തീയതിക്ക് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. എവിടെ? തീയതി ഓരോ ദിവസം കഴിയുന്നതോറും മാറി മാറി അങ്ങ് പോകും. പക്ഷേ നിൻ്റെ കയ്യിലെന്തെങ്കിലും വേണ്ടേ? തിരികെ പോകാൻ പറ്റത്തില്ല. അവിടെ പോയ എല്ലാവരും കൂടെ പച്ചയ്ക്ക് കത്തിക്കും. അത് തന്നെയല്ലോ സഹോദര, അത് തന്നെയല്ലോ സഹോദരി അവസ്ഥ. നീ കിടക്കുന്ന അവസ്ഥയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് തിരികെ പോകണം. ഭാര്യയെ കാണണം, മക്കളെ കാണണം, കുടുംബത്തിനൊപ്പം അത് മതി. പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, പക്ഷേ പട്ടിണി കിടക്കുവാനുള്ള അവസരം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് പിന്നിൽ ശത്രുക്കളുടെ കൂട്ടം, മുമ്പിലോട്ടോ വഴിയുമില്ല, എന്തു ചെയ്യണമെന്നറിയത്തില്ല, മരണവെപ്രാളത്തോടെ. അയ്യോ, ഇതിനാണോ ഞാൻ ഇറങ്ങി തിരിച്ചത്? ഇതിനാണോ കർത്താവേ നീ എന്നെ ഇവിടെ കൊണ്ടുവന്നത്? ഇതിനാണോ പ്രതീക്ഷയോടെ ഞാൻ ഇവിടെ വന്നത്? നീ കരയുക സഹോദരി, സഹോദരാ, നീ കരയുക. സകല പ്രതീക്ഷകളും നഷ്ടപ്പെട്ട് നാളെ എന്തായിത്തീരും, എങ്ങനെ മുൻപോട്ട് പോകും, എന്തു ചെയ്യണമെന്നറിയാതെ നീ കരയുക. കേൾക്ക്, അവിടെ നീ ആയിരിക്കുന്ന സ്ഥാനത്ത് അതെ ആ കടലിനും ചെകുത്താനും ഇടയ്ക്ക് നീ തകർന്നു പോകാതെ ദൈവം നിനക്ക് വേണ്ടി വഴി തുറക്കുക. ഓ താങ്ക് യു ലോർഡ്. തിരിച്ചറിയുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതെ കേൾക്ക്, അവിടെ നീ തകർന്നു പോകുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. ദൂത് പറഞ്ഞ് മുൻപോട്ട് പോകട്ടെ. കടൽ അർത്ഥം നീ കടൽ കടന്ന് അടുത്തൊരു രാജ്യത്തേക്ക്. യെസ്, നിന്റെ ഇന്നത്തെ അവസ്ഥ മാറുവാൻ തക്കവണ്ണം കടൽ കടന്ന് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചായിരിക്കുന്നവർ സ്തോത്രം, വിശ്വാസത്തോടെ ഏറ്റെടുക്ക് നിന്നോടുള്ള ദൂത. ആമേൻ. കടൽ കടന്ന് സ്തോത്രം, നിന്റെ വാക്തത്വത്തിലേക്ക് നീ കടന്നു ചെല്ലുക യേശുവിൻ നാമത്തിൽ. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ദൈവദാസനേ ഈ അവസ്ഥയിൽ എങ്ങനെ
ഇവിടെ വന്നെത്തിയത് തന്നെ അയ്യോ, ഇതുവരെ എത്തിയത് തന്നെ അയ്യോ പറയണ്ട അല്ലേ, നിങ്ങൾ പറയണ്ട. ആമേൻ. എൻ്റെ ദൈവം പ്രവർത്തിച്ചോളും. സ്തോത്രം. അവർ പറഞ്ഞപ്പോൾ നിലവിളിയാ. അയ്യോ, ആരാ? നമ്മുടെ ഇസ്രായേൽ മക്കളെ, മുമ്പിൽ ചെങ്കടൽ, എല്ലാ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു. എവിടെ? വാഗ്ദത്തത്തിലേക്ക് ഇറങ്ങി തിരിച്ചതാ. വാഗ്ദത്തമാണെങ്കിൽ അങ്ങ് അപ്പുറത്താ, കടലിനപ്പുറത്താ. അങ്ങ് എത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ. ആമേൻ. സ്തോത്രം. നിന്റെ ആഗ്രഹം അതെ, അതാണ് ശരി. അവിടെ എത്തിയാലേ രക്ഷപ്പെടത്തുള്ളൂ. അല്ലാതെ ഇവിടെ കിടന്ന് അലഞ്ഞതുകൊണ്ട് കടവും തീരത്തില്ല, നിന്റെ ജീവിതവും നേരെയാവത്തില്ല. ഓ സ്തോത്രം. ഇത് വല്ലാത്തൊരവസ്ഥയാണ്. ആമേൻ. അവരും പ്രതീക്ഷിച്ചിറങ്ങിയതാ. സ്തോത്രം. പിൻപിലാണെങ്കിലോ അവർ ഇട്ടേച്ചു പോന്ന ഫറവോനും അവൻ്റെ സൈന്യവും. സ്തോത്രം. അതിനെ ഞാൻ ചെകുത്താൻ എന്ന് പറഞ്ഞ്. അപ്പം നിങ്ങൾ ചോദിക്കും, ചെകുത്താനല്ലല്ലോ, ഫറവോനല്ലേ? വല്ല ഉള്ളിയും ചുവന്നുള്ളിയും ഇറച്ചിക്കലത്തിൻ്റെ വല്ലതൊക്കെ കിട്ടിക്കൊണ്ടിരുന്ന സ്ഥാനമല്ലേ? അല്ല, ഒരിക്കലുമല്ല. 430 വർഷം അവരെ അടിമകളാക്കി വെച്ച, അവരുടെ മക്കളുടെ സന്തോഷം കാണുവാൻ കഴിയാതെ, മക്കളുടെ കരച്ചിൽ, മരണ വിപ്രാളത്തോടെയുള്ള നിലവിളി കേൾക്കുമാറാക്കിയ, മക്കളുടെ ശവങ്ങളെ കാണുമാറാക്കിയ ചെകുത്താൻ നിങ്ങളെ പല സ്ഥാനങ്ങളിൽ തളച്ചിട്ട ആ പൈശാചിക മണ്ഡലം പിൻപിൽ വെല്ലുവിളിക്കുന്നുണ്ട്. ആ ദേശത്ത് നിന്നെ തളച്ചിട്ട, പലരുടെ മുമ്പിൽ തലകുനിപ്പിക്കുന്നവനാക്കി മാറ്റിയ, പ്രിയപ്പെട്ടവരുടെ ഉറ്റവരുടെ കണ്ണുനീരും നിലവിളിയും ഉയർന്നു കേൾക്കുവാൻ കാരണമാക്കി മാറ്റിയ അതേ ആ പൈശാചിക വ്യാപാരം സ്തോത്രം പിന്തുടരുന്നുണ്ട്. എങ്ങനെ മുൻപോട്ട് പോകുവാൻ കഴിയും? അതെ, ആ ചെങ്കടലിൽ ദൈവം ഇസ്രായേൽ മക്കൾക്ക് വേണ്ടി വഴി തുറന്നുവെങ്കിൽ, അവർ പ്രതീക്ഷിക്കാത്ത, അവർ കാണാത്തൊരു വഴി, അത് തന്നെ, നീ കാണാത്തൊരു വഴി, നീ പ്രതീക്ഷിക്കാത്തൊരു വഴി നിനക്ക് വേണ്ടി എൻ്റെ കർത്താവ് തുറന്നു തരിക. താങ്ക് യു ലോർഡ്. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദര സഹോദരി, നിന്നോടാ. നീ ആയിരിക്കുന്നത് ആ രാജ്യത്തായിരിക്കാം, നീ നാട്ടിലായിരിക്കാം, നീ സ്തോത്രം, നീ ജോലി നഷ്ടപ്പെട്ട്, വിദേശത്തുണ്ടായിരുന്ന ജോലി നഷ്ടപ്പെടുത്തി നാട്ടിൽ വന്നായിരിക്കുക. സ്തോത്രം. ഇപ്പോഴാവപ്രാളം എങ്ങനെയെങ്കിലും ഒന്ന് പോയി പറ്റിയാൽ മതി. പക്ഷേ പറയണ്ട, സ്തോത്രം, അവസ്ഥയിലാണ്. കടലുമുണ്ട്, ചെകുത്താനുമുണ്ട്. എൻ്റെ ദൈവദാസനെ ഒന്ന് ഭൂമി വായ് വിളർന്ന് എന്നെ അങ്ങ് എടുത്തെങ്കിൽ മതിയായിരുന്നു. അതാ നിൻ്റെ നിലവിളി. കേൾക്ക്, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിനക്ക് വേണ്ടി എൻ്റെ യേശു വഴി തുറന്നു തരിക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് മാതാവേ, പിതാവേ, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം വഴി തുറന്നു കൊടുക്കുക. അവർ ഇന്നായിരിക്കുന്ന സ്ഥാനത്ത് സ്തോത്രം, അവിടെ കരച്ചിലാണ്, അവിടെ പല്ലുകടിയാണ്, അവിടെ നിലവിളിയാണ്, നിരാശയാണ്. സ്തോത്രം. അവർ അവരെ തന്നെ ന്യായീകരിക്കുന്നുണ്ട്. അവർ പെട്ടുകിടക്കുന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് ഒന്നും ആകാൻ പറ്റിയില്ല, പിന്നെ എന്തിനാ ഇങ്ങനെ ജീവിക്കുന്നത് ചോദ്യമല്ലേ? സ്തോത്രം. അല്ലേ? അവരൊരുപാട് പഠിച്ചു, അവരുടെ സമപ്രായക്കാരായ പിള്ളേരൊക്കെ പലയിടങ്ങളിൽ പോയി രക്ഷപ്പെട്ടു, നല്ല ജോലികൾ കിട്ടി. നിൻ്റെ മക്കൾക്ക് ഒന്നും ആകുവാൻ കഴിഞ്ഞിട്ടില്ല, പ്രായം കഴിഞ്ഞു, വിവാഹം നടക്കാത്ത മകൾ, അവരെ ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുക. പ്രാർത്ഥിക്ക്, കർത്താവ് വിവാഹത്തിലേക്കുള്ള വഴി തുറക്കുക. യേശുവിൻ നാമത്തിൽ നിന്നോടാ ദൂത ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് അനുഗ്രഹിക്കപ്പെട്ട വിവാഹത്തെ കർത്താവ് ഒരുക്കി നൽകി മാനിക്കുക. ആമേൻ. സ്തോത്രം. 29 അയ്യോ ദൈവദാസനെ സ്തോത്രം. 33 ദൈവദാസനെ സ്തോത്രം. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. 38 ദൈവദാസനെ, 44 ദൈവദാസനെ. ഇനി എന്ത് ചെയ്യും? 4 പേരോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സ്തോത്രം സംസാരിച്ചു. ആമേൻ. കേൾക്ക്. അടുത്ത് 30 എന്ന് പറഞ്ഞ് നീ കരയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. 34 എന്ന് പറഞ്ഞ് കരയുവാനും അനുവദിക്കത്തില്ല. 40 എന്ന് പറഞ്ഞ് കരയുവാനും അനുവദിക്കത്തില്ല. 45 എന്ന് പറഞ്ഞ് കരയുവാനും അനുവദിക്കത്തില്ല. വഴി തുറക്കുക, ആ വിവാഹം നടക്കുക. യെസ്, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപ. താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. പെട്ടുകിടക്കുക, പിള്ളേർ പെട്ടുകിടക്കുക. അപ്പം ആ പ്രതീക്ഷയെല്ലാം നഷ്ടപ്പെട്ടു. അവർക്ക് ഒരുപാട് പ്രതീക്ഷകളുണ്ടായിരുന്നു, നിന്നിൽ നിന്ന് പകർന്നു കിട്ടിയ പ്രതീക്ഷകൾ, അവരുടെ വിദ്യാഭ്യാസത്തിൽ നിന്നും അവർ കണ്ട ലോകത്തിൽ നിന്ന് അവർക്ക് പകർന്നു കിട്ടിയ ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ എന്ത് ചെയ്യും? നമുക്ക് പ്രതീക്ഷകളൊന്നും ഇല്ലാതെ വരുമ്പോൾ എങ്ങനെയെങ്കിലും നരകിച്ച ജീവിതം ജീവിച്ച് അങ്ങ് തീർക്കുക അല്ലേ? പ്രതീക്ഷ നഷ്ടപ്പെട്ട അതാ. മദ്യത്തിലും മയക്കുമരുന്നിലും ലഹരികളിലും കൂട്ടുകെട്ടിലും അടിപ്പെട്ട് അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടതുകൊണ്ടാണ്. നീ പറയും തല്ലിൻ്റെ കുറവാണെന്ന്. ഇനി തല്ലിയിട്ടൊന്നും കാര്യമൊന്നുമില്ല, അവർ തിരിച്ചു തല്ലും. സ്തോത്രം. അവരുടെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു. നിൻ്റെ മാത്രമല്ല, അവരുടെയും പ്രതീക്ഷ നഷ്ടപ്പെട്ടു. പ്രതീക്ഷ നഷ്ടപ്പെട്ടാൽ പലതിനും അടിമകളായിത്തീരും. മരണം മതിയെന്ന് ചിന്തിക്കും, നിലവിളിക്കും, കരയും. സ്തോത്രം. മുമ്പിൽ വഴിയില്ല.
അവർക്ക് മുമ്പിൽ വഴികളില്ല, എല്ലാം അടഞ്ഞിരിക്കുന്നു. പിൻപിലോ അവരുടെ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും ഒക്കെ കിടന്ന് നിലവിളിക്കുക. ഒന്നിലും എത്തുവാൻ കഴിഞ്ഞില്ല, ഒന്നും ആകുവാൻ കഴിഞ്ഞില്ല. വല്ലാത്തൊരവസ്ഥയിലാണ് അവർ പെട്ടുപോയ സ്ഥാനത്ത് നിന്ന് തകരുവാൻ തക്കവണ്ണം പിന്നിൽ വരുന്ന ശത്രുവിനും മുൻപിലുള്ള ശത്രുവിനും ലക്ഷ്യമൊന്നേ ഉള്ളൂ, അവരായിരിക്കുന്ന സ്ഥാനത്ത് തകരണം. ആ കൂട്ടുകെട്ടുകളിൽ അവർ തകരണം. മദ്യപിച്ച് മയക്കുമരുന്നുകൾ ഉപയോഗിച്ച് ലോകവഴികളിൽ നടന്ന് കേസിൽപ്പെട്ട് അവർ ആയിരിക്കുന്ന സ്ഥാനത്ത് അവർ തകരണം. അതെ, ആ ചെകുത്താൻ്റെ ഇഷ്ടം നിറവേറുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തേയില്ല. കേൾക്ക്, അവിടെ നിന്ന് അവർക്ക് വേണ്ടി ആ ചെങ്കടലിൽ കൂടെ ദൈവം ഇസ്രായേൽ ജനത്തിനു വേണ്ടി ഒരു വഴി തുറന്നതുപോലെ നിന്റെ തലമുറകൾക്ക് വേണ്ടി എൻ്റെ ദൈവം ഒരു വഴി തുറക്കുവാൻ പോകുക. ഉറച്ചു നിൽക്ക്. സ്തോത്രം. ആ ടെൻഷൻ എല്ലാം മാറ്റികളാ. അവരുടെ പ്രത്യാശ നഷ്ടപ്പെട്ട് അവർ വെള്ളം ഒടിച്ച് ബഹളം വെച്ച് നടക്കുക. കേൾക്ക്, നീയും അവരിലുള്ള പ്രത്യാശ നഷ്ടപ്പെട്ട് വിശ്വാസവും കളഞ്ഞ് പ്രാർത്ഥനയും മതിയാക്കി മാതാവേ പിതാവേ അവരുടെ പ്രത്യാശ പോയി. അതിൻ്റെ ഫലം എന്താ? അവർ മദ്യപാനികളായി, അവർ കൂട്ടുകെട്ടുകളിൽ പെട്ടു, അവർ ലോക വഴികളിൽ നടന്നു, അവർ ചെയ്യുവാൻ പാടില്ലാത്തത് ചെയ്തു. നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടാലും സ്തോത്രം, നിന്റെ സമാധാനം നഷ്ടപ്പെടും, നിന്റെ നിത്യത നഷ്ടപ്പെടും, ദൈവവുമായുള്ള ബന്ധം നഷ്ടപ്പെടും. അതേ, വലിയ ദുരന്തങ്ങൾക്ക് കാരണമായി തീരും. അതുകൊണ്ട് നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്, നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. നിന്റെ തലമുറകളെ എത്തേണ്ട സ്ഥാനത്ത് എൻ്റെ ദൈവം എത്തിക്കും. അവർ ആഗ്രഹിക്കുന്നതിലും നീ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായി എൻ്റെ ദൈവം അവരെ പുറത്തു കൊണ്ടുവരും, അവർക്ക് വേണ്ടി പ്രവർത്തിക്കും. താങ്ക് യു ലോർഡ്. ദൂത നിന്നോട് തന്നെ മാതാവേ, അതുകൊണ്ട് നിന്റെ പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടിരിക്കുന്ന മാതാപിതാക്കളോടാണ് ഇന്ന് ഈ സമയം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് സംസാരിക്കുന്നത്. പ്രതീക്ഷ നഷ്ടപ്പെട്ടോ? എങ്ങനെ അറിയാം? പഴയതുപോലെ വലിയ വിശ്വാസമൊന്നുമില്ല, കയ്യടിയൊന്നുമില്ല, ആരാധനയൊന്നുമില്ല, പ്രാർത്ഥനയൊന്നുമില്ല. ദൂതൊക്കെ കേൾക്കുമ്പോൾ അയ്യോ ഇതൊക്കെ എത്ര കേട്ടതാ, ആ ആരാധനയ്ക്കൊക്കെ പോകാൻ മടി, പ്രാർത്ഥിക്കാനിരിക്കാൻ മടി, വയ്യ. നഷ്ടപ്പെട്ടു പോകരുതേ, പ്രതീക്ഷ നഷ്ടപ്പെട്ടു പോകരുതേ. നോക്കിയേ, സ്തോത്രം. വേറെ ചിലർ ചെകുത്താനും കടലിനിടെ കിടന്ന് നീറി അനുഭവിക്കുക. ആയിരിക്കുന്ന സ്ഥാനത്ത് മുഴുവൻ പ്രശ്നങ്ങളാണ്. സ്തോത്രം. ജോലി സ്ഥലത്ത് നിന്ന് തിരിയാൻ പറ്റാത്ത പ്രശ്നമാണ്. കൂടെ ജോലി ചെയ്യുന്നമാരും കമ്പനിയോ അതൊക്കെ എങ്ങനെയെങ്കിലും ഓരോ ദിവസവും അഡ്ജസ്റ്റ് ചെയ്ത് കാല് പിടിക്കേണ്ടവരടുത്ത് കാല് പിടിച്ച് മിണ്ടാതെ നിൽക്കേണ്ടവരടുത്ത് മിണ്ടാതെ നിന്ന് സ്തോത്രം അല്ലേ, എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്ത് പോയി. എന്നിട്ട് വീട്ടിലേക്കൊന്ന് വിളിക്കുമ്പോഴോ അയ്യോ, അത് പിന്നെ പറയുകയും വേണ്ട. ഭാര്യയുടെ പരാതി, മക്കളുടെ പരാതി, ഒയ്യോ നാട്ടുകാരുടെ പരാതി. രാവും പകലും ഒക്കെ ഒരുപോലെ പ്രശ്നമാണ്. അവിടുത്തെ പ്രശ്നം എല്ലാം സോൾവ് ചെയ്യുന്ന എന്തിനാ? വീട്ടിൽ നിന്നൊരു ആശ്വാസവാക്ക് കിട്ടുമോ? അല്ലേ സഹോദരി? നീ അവിടെ കിടന്ന് കഷ്ടപ്പെടുക, നിൻ്റെ മക്കൾക്ക് വേണ്ടി, നിൻ്റെ ഭർത്താവിന് വേണ്ടി. നിങ്ങൾ ഒരുമിച്ച് കണ്ട സ്വപ്നങ്ങൾ പൂവണിയുവാൻ, കടക്കാരിയായി തീരാതിരിക്കുവാൻ, നിൻ്റെ ഭർത്താവ്, നിൻ്റെ മക്കൾ കടക്കാരിയായി മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുവാൻ വേണ്ടി നീ കഷ്ടപ്പെടുകയാണ്, നീ പാടുപെടുകയാണ്. ഒന്നോർത്ത് നോക്കിയേ. പക്ഷേ ഒരിടത്ത് നിന്നും ഒരു സമാധാനമില്ല, ഒരിടത്ത് നിന്നും ഒരു സ്വസ്ഥതയില്ല. എങ്ങനെ ജീവിക്കും? വയ്യ. സ്തോത്രം. കേൾക്ക്, നീ പ്രതീക്ഷിക്കാത്ത സ്ഥാനത്ത് നിന്റെ ജീവിതം സന്തോഷമായി നീ ആഗ്രഹിച്ച നിലവാരത്തിലേക്ക് എത്തുവാൻ തക്കവണ്ണം ദൈവം വഴി തുറക്കുക. ചെങ്കടലിന് മധ്യേ വഴി തുറന്ന ദൈവം. സ്തോത്രം. നോക്കിയേ, ആ വഴിക്കൊരു പ്രത്യേകതയുണ്ട്. ദൈവം ഇന്ന് നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന, അത് എന്നെ കേൾക്കുന്ന പ്രിയരെ, ദൈവം ഇന്ന് പ്രൈസർ ഫാമിലിക്കൊപ്പം വിശ്വാസത്തോടെ പ്രാർത്ഥനയോടെ ആയിരിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി തുറന്നു തരുന്ന വഴിക്കൊരു പ്രത്യേകതയുണ്ട്. 14-ാം അധ്യായം പുറപ്പാട് പുസ്തകം 28-ാമത്തെ വാക്യവും വായിക്കുമ്പോൾ ആ വഴിയെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. വെള്ളം മടങ്ങി വന്ന് അവരുടെ പിന്നാലെ കടലിലേക്ക് ചെന്നിരുന്ന രഥങ്ങളെയും കുതിരപ്പടയെയും ഫറവോന്റെ സൈന്യത്തെയും എല്ലാം മുക്കിക്കളഞ്ഞു. അവരിൽ ഒരുത്തൻ പോലും ശേഷിച്ചില്ല. നിന്റെ ശത്രു തകരുന്ന നീ വാഗ്ദത്തത്തിലേക്ക് എത്തുന്ന ഒരു വഴി എൻ്റെ ദൈവം തുറന്നു തരും. നിന്റെ കുടുംബജീവിതം സന്തോഷമായി മുൻപോട്ട് കൊണ്ടുപോകുവാൻ കഴിയാത്ത വിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ചില ശത്രുക്കൾ നിനക്ക് പിൻപിൽ തകർന്നു പോകുന്ന, മുൻപോട്ട് പോകുവാൻ നിനക്ക് സാധ്യതകളുള്ള ഒരു വഴി എൻ്റെ ദൈവം തുറന്നു തരും. താങ്ക് യു ലോർഡ്. ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിച്ച് നിങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ കഴിയുന്ന ഒരു വഴി എൻ്റെ ദൈവം തുറന്നു തരും. താങ്ക് യു ലോർഡ്. ആമേൻ. ആ വഴി തുറന്ന പിന്നിൽ ശത്രു തീരും. ആമേൻ. മാതാവേ പിതാവേ, വഴി തുറന്നു കിട്ടിയ മക്കൾ, സ്തോത്രം, ഇന്ന് പെട്ടുകിടക്കുന്ന, അവരെ പെടുത്തിയിരിക്കുന്ന ആ പിശാചിന് അവരുടെ മേൽ അവകാശം പറയുവാൻ കഴിയത്തില്ല. ആ ചെകുത്താൻ വീഴും. ആമേൻ. ഇവിടെ നിങ്ങൾ തിരിച്ചറിയേണ്ട ഒരു കാര്യമുണ്ട്. ആമേൻ. പലപ്പോഴും അവരെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരെ
നിങ്ങളുടെ സന്തോഷമായി അനുഭവിക്കേണ്ട അനുഭവങ്ങളെ ബന്ധിച്ചു വയ്ക്കുന്ന, നിങ്ങളിൽ നിന്ന് കൈവശമാക്കുന്ന ശത്രുവിനെ ഫിസിക്കലായി നിങ്ങൾക്ക് പലപ്പോഴും കാണുവാൻ കഴിയത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പറയുന്നത് ഇത് അവൻ്റെ അഹങ്കാരമാണ്, അവളുടെ അഹങ്കാരമാണ്, നല്ല അടിയുടെ കുറവാണ്. അല്ല, അതിന് കാരണമാകും വണ്ണം അവരെ ബന്ധിക്കുന്ന, അവരുടെ പ്രത്യാശയെ നഷ്ടപ്പെടുത്തി, അവരെ ഭയപ്പെടുത്തി, അവരെ ബന്ധിക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അത് നിങ്ങൾ തിരിച്ചറിയാതെ പോകരുത്. ആമേൻ. ഈ 430 വർഷം, സ്തോത്രം, 30 ലക്ഷം ജനത്തെ കൈക്കരുത്ത് കൊണ്ടോ ആൾബലം കൊണ്ടോ ഫറവോൻ അഥവാ മിസ്രയീമിലെ രാജാവിനും അവൻ്റെ കിങ്കരന്മാർക്കും അടിമയാക്കി വയ്ക്കുവാൻ കഴിഞ്ഞു എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തെറ്റിപ്പോയി. അവർക്കൊരിക്കലും ഈ 30 ലക്ഷത്തെ തിറമെടുക്കുള്ള, അധ്വാനിച്ച് പരിചയമുള്ള, അതിലുപരിയായി സ്തോത്രം അവരെ കീഴ്പ്പെടുത്തി വയ്ക്കുവാൻ കഴിയത്തില്ല. അപ്പോൾ അവരെങ്ങനെയാണ് കീഴ്പ്പെട്ടത്? മിസ്രയീമിലെ ചരിത്രം നിങ്ങൾ വായിച്ചാൽ നിങ്ങൾക്ക് കാണുവാൻ കഴിയും. അവിടെ മന്ത്രവാദികളുണ്ട്, ശകുനവാദികളുണ്ട്, ആഭിചാരകന്മാരുണ്ട്, ക്ഷുദ്രപ്രയോഗകന്മാരുണ്ട്. അർത്ഥം ക്ഷുദ്രപ്രയോഗകന്മാരിലൂടെ, മന്ത്രവാദികളിലൂടെ, ആഭിചാരകന്മാരിലൂടെ, വിഗ്രഹങ്ങളെ ആരാധിക്കുന്നവരിലൂടെ വ്യാപരിച്ച ആ ശക്തി ദൈവത്തിൻ്റെ ജനത്തെ ബന്ധിച്ച് അവിടെ ഒതുക്കി. അവൻ ചില സ്ഥാനങ്ങളിൽ നിന്റെ പ്രിയപ്പെട്ടവരെ, അതെ നിന്റെ ഭർത്താവിനെ തന്നെ, സഹോദരി, അവനെ ബന്ധിച്ചൊതുക്കുന്ന ചില ആഭിചാരങ്ങളുണ്ട്, ചില ക്ഷുദ്രപ്രയോഗങ്ങളുണ്ട്, ചില മന്ത്രവാദങ്ങളുണ്ട്, ചില കൈവശ ശക്തികളുണ്ട്. യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പ്രാർത്ഥിക്കും. അടയാളത്തോടെ അത് പുറത്തു പോകുക. ആ കൈവശം അവൻ്റെ ഉള്ളിൽ കടത്തപ്പെട്ടത് അവന് നിന്റെ ഭർത്താവായി തുടരുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്റെ മക്കളുടെ കാര്യം നോക്കുവാൻ കഴിയാത്ത വിധത്തിൽ അവനെ നിന്റെ അടുത്ത് വരുമ്പോൾ ഒരു വെപ്രാളം പോലെയാ, അല്ലേ? ആമേൻ. മക്കളുടെ അടുത്ത് സ്നേഹത്തോടെ ഇരിക്കാൻ അവന് പറ്റുന്നില്ല. സ്തോത്രം. ആ ഉള്ളിൽ കിടക്കുന്നത് പുറത്തു പോകുക. ഓ താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. അപ്പോൾ അങ്ങനെ ബന്ധിച്ചിരിക്കുന്ന ആ പൈശാചിക മണ്ഡലങ്ങളുടെ മധ്യത്തിൽ പെട്ടുകിടക്കുന്നവർക്ക് ദൈവം പുതുവഴി തുറക്കും. ആമേൻ. നിന്റെ കുടുംബജീവിതം അവിധത്തിൽ, സഹോദരൻ, നിന്റെ ഭാര്യ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, നിന്നെ ഒരുപാട് സ്നേഹിച്ച, നിനക്കൊപ്പം സന്തോഷത്തോടെ ജീവിച്ച, ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട അവൾ അങ്ങനെ മാറി നിൽക്കുന്നുണ്ടെങ്കിൽ, അവിധത്തിൽ വെളിപ്പെട്ട് നിൽക്കുന്ന ഒരു പൈശാചിക മണ്ഡലമുണ്ട്. അവളുടെ മേൽ അവകാശം പറയുന്ന, സ്തോത്രം, വാക്കുകൊണ്ടല്ല, നോട്ടം കൊണ്ടല്ല, മാനുഷികമായ പദ്ധതികൾ കൊണ്ടല്ല, സ്തോത്രം, നിന്നെ ഒരുപാട് സ്നേഹിക്കുന്ന നിന്റെ ഭാര്യ അങ്ങനെ മാറ്റുവാൻ മനുഷ്യൻ്റെ വാക്കിനോ ഇഷ്ടത്തിനോ കഴിയത്തില്ല. പിന്നിൽ വ്യാപരിക്കുന്ന ഒരു പൈശാചിക മണ്ഡലം തിരിച്ചറിയ. ആ പൈശാചിക മണ്ഡലം ഒരുക്കിയ ചതിക്കുഴിയിൽ നിന്ന് ചെകുത്താനും ചെങ്കടലിനും മധ്യത്തിൽ ഭൂമി വിളർന്ന് താഴോട്ട് പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന, പാതാളം പ്രതീക്ഷിക്കുന്ന അനുഭവത്തിൽ നിന്ന് വാക്തത്വത്തിലേക്ക് നീയും നിന്റെ ഭാര്യയും നിന്റെ കുടുംബവും ഒരുമിച്ച് മുൻപോട്ട് പോകുവാൻ പോകുക. ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. സഹോദരി, അവിധത്തിൽ നിങ്ങൾ ഒരുമിച്ച് ദൈവം തുറന്നു തരുന്ന വഴി, അതെ, ആ പന്ന പിശാചിനും മന്ത്രവാദത്താൽ ഉരുവാക്കപ്പെടുന്ന പൈശാചിക സ്വാധീനങ്ങൾക്കും കീഴ്പ്പെടുത്തുവാൻ കഴിയാത്ത വാക്തത്വത്തിലേക്ക് യേശുവിൻ നാമത്തിൽ കർത്താവ് കരം പിടിച്ച് നടത്തുക. ആമേൻ. സ്തോത്രം. ഇവിടെ നിന്ന് കടക്കാരുടെയും പലിശക്കാരുടെയും ആമേൻ ആവശ്യങ്ങളാണെങ്കിൽ അതിലപ്പുറം, കളിയാക്കുന്നവരാണെങ്കിൽ, നിന്ദിക്കുന്നവരാണെങ്കിൽ, പരിഹസിക്കുന്നവരാണ്, അല്ലേ സഹോദരൻ? ആ ഒരു ബിസിനസ് തുടങ്ങിയ സമയം മുതൽ തുടങ്ങിയതാ. എന്നും കളിയാക്കൽ, എന്നും പരിഹസം, എന്നും നിന്ന, ഭ്രാന്ത് പിടിക്കരുതാ. ആമേൻ. സ്തോത്രം. കർത്താവ് അവിടെ നിന്ന് ചിലതിനെ ഒഴിവാക്കി നിനക്ക് പോകുവാനുള്ള ഒരു വഴി തുറന്നു തരിക. ആമേൻ. നീ രക്ഷപ്പെടാനുള്ള, ആ ദേശത്തിൽ നീ രക്ഷപ്പെടാനുള്ള, നീ തുടങ്ങിയ ആ സ്ഥാപനം, ശുശ്രൂഷ, ആ സഭ, സ്തോത്രം, കർത്താവ് പണിതാണ്. നീ വിശ്വസിക്കുന്നു? സ്തോത്രം. അതിനെ പാതാള ഗോപുരങ്ങൾ ജയിക്കത്തില്ല. ഇന്ന് ചെങ്കടലിനും ചെകുത്താനും മധ്യത്തില്ല. അയ്യോ പറയേണ്ട ദൈവദാസനെ, വിശ്വാസികളാണെങ്കിൽ ഒരു വശത്ത്, നാട്ടുകാരാണെങ്കിൽ ഒരു വശത്ത്, കുടുംബമാണെങ്കിൽ, ശുശ്രൂഷ നിന്നെക്കുറിച്ചാണ് വേറൊരു വശത്ത്, എല്ലാം കൂടെ വളഞ്ഞിട്ട് പണി തരിക. വാക്തത്വത്തിലേക്ക് നിന്നെ കർത്താവ് പുറത്തു കൊണ്ടുവരിക. ഓ സ്തോത്രം, യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക്. ആ സ്ഥാനത്ത് നിന്ന് എല്ലായിടത്തും പ്രശ്നമാണ്. സ്തോത്രം. വെളിയിലിറങ്ങിയ നാട്ടുകാർ കളിയാക്കും, വീട്ടിനകത്തു വന്നാൽ വീട്ടിൽ പ്രശ്നം. പ്രാർത്ഥിക്കുന്ന സഹോദരി ഇതിനെക്കുറിച്ചാണ്, അയ്യോ നിൻ്റെ ദൈവം എവിടെയെന്ന് നാട്ടുകാർ ചോദിക്കും. വീട്ടിനകത്താണെങ്കിൽ നീ ഇത്രയും നാൾ പ്രാർത്ഥിച്ചിട്ട് എന്തായി? തോന്നിയ പാടെ നടന്നിട്ട് അവന്മാർ ചോദിക്കാതെ ഇപ്പോൾ ഈ പ്രാർത്ഥിച്ചിട്ട് എന്തായി? നല്ലത് അവന്മാർ മര്യാദയ്ക്ക് നടക്കാത്തതല്ല. സ്തോത്രം. പുറത്ത് വരുവാൻ കർത്താവ് വഴി തുറക്കുക. ചിലതിനെ തകർത്ത്, ആമേൻ, നിന്റെ സന്തോഷത്തിനും അനുഗ്രഹങ്ങൾക്കും വിരോധമായി എഴുന്നു നിൽക്കുന്ന ചിലതിനെ തകർത്ത്, നീ തകർക്കപ്പെടുവാൻ തക്കവണ്ണമുള്ള സാഹചര്യം ഒരുക്കിയ ചിലതിനെ തകർത്ത് ദൈവം നിങ്ങൾക്ക് മുമ്പിൽ വഴി തുറക്കുക. ഓ താങ്ക് യു ലോർഡ്.
വാക്തത്വത്തിലേക്ക്. പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം വളരെ ശ്രദ്ധയോടെ നിങ്ങൾ വായിച്ചു നോക്കുക. ദൈവിക കരുതൽ നിങ്ങൾക്കവിടെ അനുഭവിക്കുവാനായിട്ട് കഴിയും. ആമേൻ. ആ ദൈവിക കരുതൽ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് നിങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ആമേൻ. സ്തോത്രം. റെഡിയാണോ? ആ ദൈവിക കരുതൽ അനുഭവിച്ച് ഒത്തിരി ദൂരം മുൻപോട്ട് പോകുവാൻ. സ്തോത്രം. ആ ഒരു പേടിയാ. സ്തോത്രം. മുൻപിൽ എല്ലാ പ്രതീക്ഷയും തീർന്നു. അയ്യോ, എങ്ങനെ ജീവിക്കുമെന്ന് അറിയത്തില്ല. ഈ രോഗം വന്നാൽ മരിച്ചു പോകും. അതാ പേടി. ഈ രോഗം വന്നാൽ എല്ലാവരും തട്ടിപ്പോയി. സ്തോത്രം. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു കാര്യമാണ്, പ്രിയരെ, ആ രോഗം വന്ന് പലരും തട്ടിപ്പോയിരിക്കാം. പക്ഷെ നീ അവരിൽ ഒരാളല്ല. കാരണം നിനക്കൊപ്പം സർവശക്തനായ ദൈവമുണ്ട്. യഹോവ റാഫ, സൗഖ്യദായകൻ. അതെ, ആ ദൈവം നിനക്കൊപ്പമുണ്ട്. എൻ്റെ ദൈവം രോഗികളെ സൗഖ്യമാക്കുന്നവനാണ്. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എൻ്റെ ദൈവം നീ രോഗിയായി നീ ആയിരിക്കുന്ന സ്ഥാനത്ത് കുഴിയിൽ ഇറക്കപ്പെടുവാൻ അനുവദിക്കാതെ നിന്നെ പിന്നെയും മുൻപോട്ട് നടത്തുന്നവനാണ്. അതെ, ഈ രോഗത്തിൽ നീ തകർന്നു പോകത്തില്ല. ഈ രോഗത്തിൽ നീ മരിച്ചു പോകത്തില്ല. ഇനിയും നീ കാണേണ്ടതുണ്ട്. ഇനിയും നീ പ്രാപിക്കേണ്ടതുണ്ട്. ഇനിയും നീ സന്തോഷം അനുഭവിക്കേണ്ടതുണ്ട്. അതെ, കേൾക്ക്. കർത്താവ് സൗഖ്യമാക്കിയ ചില രോഗങ്ങൾ ചിലരെ ചെകുത്താനും ചെങ്കടലിനും മധ്യത്തിലാക്കിയിരിക്കാം. അകത്തും പുറത്തുമൊക്കെ നിന്ന ചില രോഗം മുഖാന്തരം നീ അനുഭവിക്കുന്ന ചില രോഗങ്ങൾ നിൻ്റെ നിന്നയ്ക്ക്, നീ കടന്നു പോകുന്നിടത്തെല്ലാം, ബന്ധുക്കളുടെ മധ്യത്തിൽ, സുഹൃത്തുക്കളുടെ മധ്യത്തിൽ, കുടുംബത്തിനകത്ത് പുറത്ത്, ജോലി സ്ഥലത്തെല്ലാം നിന്നയ്ക്ക് കാരണമായി, അപമാനത്തിന് കാരണമായി മാറിയിരിക്കുന്നു. ആ രോഗത്തെ മാറ്റി കർത്താവ് നിന്നെ അടുത്തൊരു ലെവലിലേക്ക് കൊണ്ടുപോകുക. ഓ, താങ്കിലോടെ യേശുവിൻ നാമത്തിൽ. ആമേൻ. രോഗമെന്ന കടലിനും മരണമെന്ന ചെകുത്താനും എൻ്റെ ദൈവം നിന്നെ ഇട്ടുകൊടുക്കത്തില്ല. ഒരിക്കൽ കൂടി സന്തോഷത്തോടെ പറയട്ടെ, രോഗമെന്ന കടലിനും മരണമെന്ന ചെകുത്താനും എൻ്റെ ദൈവം ഇട്ടുകൊടുക്കത്തില്ല. രോഗമെന്ന ആ കടലിൽ എൻ്റെ ദൈവം വഴി തുറക്കും. ആ ചെകുത്താൻ തകരും. നീ പുറത്തു വരും. ഓ, താങ്കിലോട് യേശുവിൻ നാമത്തിൽ. ആമേൻ. സ്തോത്രം. കർത്താവ് പുറത്തു കൊണ്ടുവരും. സ്തോത്രം. ഇന്നായിരിക്കുന്ന ചെകുത്താനും കടലിനും ഇടയിൽപ്പെട്ട് ഭൂമി പിളർന്ന് താഴേക്ക് പോയാൽ മതി, മരിച്ചാൽ മതി. സ്വസ്ഥതയില്ല, സമാധാനമില്ല. സ്തോത്രം. കർത്താവ് പുറത്തു കൊണ്ടുവരും. നീ പ്രതീക്ഷിക്കുന്നത് ആ നല്ലത് നിൻ്റെ ജീവിതത്തിൽ എൻ്റെ കർത്താവ് തരും. നീ സ്വന്തം ഭവനത്തിൽ പാർക്കും. നിന്നെ, സ്തോത്രം, കടലിനും ചെകുത്താനും ഇടയിലാക്കിയത് ഒരിക്കലും നിറവേറില്ല എന്ന ആ സ്വപ്നങ്ങളുടെ തിരിച്ചറിവാണ്. നീ ഇറങ്ങി തിരിച്ചു. ആ സ്വപ്നം പ്രാപിക്കണം, ഭവനം പണിയണം. പക്ഷേ പകുതി വഴിയിൽ ഭവനത്തിൻ്റെ പണി പൂർത്തിയാക്കി, അല്ലെങ്കിൽ അതിലേക്ക് എത്തുവാൻ നിനക്ക് കഴിഞ്ഞിട്ടില്ല. ഇങ്ങനെ തന്നെ ഞാൻ നശിച്ചു പോകും. ഇല്ല, നീ ആ സ്വന്തം ഭവനത്തിൽ പാർക്കും. അവിടേക്ക് എൻ്റെ കർത്താവ് വഴി തുറക്കുക. യെസ്. നിന്ദിക്കുന്ന, പരിഹസിക്കുന്ന പലരും കടന്നു വരാത്തൊരു വഴി എൻ്റെ ദൈവം തുറന്നു തരിക. സ്വന്തം ഭവനം എന്ന വാക്തത്വത്തിലേക്ക് നീ എത്തിപ്പെടുക. ഓ, സ്തോത്രം. സ്വന്തമായി അല്പഭൂമി എന്ന വാക്തത്വത്തിലേക്ക്, വിശാലത എന്ന വാക്തത്വത്തിലേക്ക് ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് നീ ആയിരിക്കുന്ന രാജ്യത്ത്, ആ രാജ്യത്തിൽ മണ്ണിൻ്റെ അവകാശിയായി, യേശുവിൻ നാമത്തിൽ. അവിടുത്തെ നിയമങ്ങൾ കടുകട്ടിയാണ്. അവിടെ അതിനുവേണ്ടി ഒത്തിരി ചിലവഴിക്കേണ്ടി വരും. അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടായിരിക്കാം. ആമേൻ. ആ ചിന്തകളൊക്കെ ചെകുത്താനെ പോലെ നിന്നെ വേട്ടയാടുന്നുണ്ട്. സാഹചര്യം, അയ്യോ, ചെറിയ വരുമാനം, ഈ വരുമാനം വെച്ചെന്നുള്ള കടലിൻ്റെ അനുഭവം മുൻപിലുണ്ട്. കേൾക്ക്. അവിടെ എൻ്റെ കർത്താവ് നിന്നെ ആ രാജ്യത്ത് സ്വന്തം ഭൂമിക്കും സ്വന്തം ഭവനത്തിനും അവകാശിയാക്കി മാറ്റുവാൻ പോകുക. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സഹോദര, സഹോദരി, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ആമേൻ. നിന്നെ, സ്തോത്രം, സ്തോത്രം, ഏറ്റെടുത്ത് പ്രാർത്ഥിക്കുക. അവകാശിയാക്കി. മക്കളെന്ന അവകാശം നിനക്കെൻ്റെ ദൈവം തരുവാൻ പോകുക. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുക. തലമുറകളെന്ന, ഉത്തരഫലമെന്ന അവകാശത്തെ തന്ന് കർത്താവ് നിന്നെ മാനിക്കുവാൻ പോകുക. അവിടെ അങ്ങനെ പെട്ടുകിടക്കുക. മുമ്പിൽ ഡോക്ടർ പറഞ്ഞ വാക്കുകൾ ഇല്ല, സാധ്യതയില്ല, മക്കൾ ഉണ്ടാകത്തില്ല, ഇനി ഇതിനു വേണ്ടി ശ്രമിക്കണ്ട. ആമേൻ, ആമേൻ, ആമേൻ. സ്തോത്രം. പിൻപിലാണെങ്കിൽ കരിഞ്ഞുണങ്ങിയ സ്വപ്നങ്ങൾ. പിൻപിലാണെങ്കിൽ അതറിഞ്ഞ സമയം മുതൽ ബേക്കേ നടക്കുന്ന, അല്പമേ ഉള്ളൂ അതിനെ പിടിച്ചു പറിക്കാൻ വേണ്ടി. ഓ, സ്തോത്രം. ഇതാ ഏറ്റവും വലിയ സങ്കടം. ആമേൻ. സ്തോത്രം. ഇനിയിപ്പോൾ ഈ വീട് ആർക്കാ? അയ്യോ, ഇനിയിപ്പോൾ ഈ വസ്തു ആർക്കാ? ഒന്നും ആയിട്ടില്ല. ഇനിയിപ്പോൾ നീ കിടന്നിങ്ങനെ കഷ്ടപ്പെടുന്നത് എന്തിനാ? ഇതെല്ലാം എന്തിനാ? ആർക്കാ ചേർത്ത് വയ്ക്കുന്നത്? ഓ, സ്തോത്രം. വൃത്തികെട്ട ചെകുത്താന്മാർ. ആ വാക്കുകൾ ചിലതിന് തകർത്ത് ദൈവം നിന്റെ അവകാശത്തിലേക്ക് നിനക്ക് വഴി തുറന്നു തരിക. സ്തോത്രം. പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് തലമുറ തന്നു നിന്നെ മാനിക്കുവാൻ പോകുക. ഓ, ആമേൻ. സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം.
തിന്ന് ശക്തിപ്പെട്ട് ഈ ജനം ഇറങ്ങി പുറപ്പെടുകയാണ്. സ്തോത്രം. അർത്ഥം ഉപവാസത്തോടെ, വഴിയിൽ തീറ്റയൊന്നുമില്ല. സ്തോത്രം. തിരിച്ചറിയുന്നവർക്ക് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. തിന്നും കുടിച്ചു വരുന്നാൽ അവിടെ തളർന്നു പോകും. ആമേൻ. സ്തോത്രം. പ്രാർത്ഥിക്കുവാൻ ഉപവസിക്കുവാൻ തയ്യാറാണോ? നിനക്ക് മുമ്പിൽ കർത്താവ് വഴി തുറന്നു തരും. അനുഗ്രഹിക്കപ്പെട്ട തൊഴിലിലേക്കുള്ള വഴി തുറന്നു തരും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിലേക്കുള്ള വഴി തുറന്നു തരും. എല്ലാ പ്രതീക്ഷകളും നഷ്ടപ്പെട്ടായിരിക്കുന്നത് നിനക്ക് വേണ്ടി ഏറ്റവും നല്ലത് കർത്താവ് ചെയ്യും. റെഡിയാണോ? പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഉപവാസത്തോടെ പ്രാർത്ഥിക്കുവാൻ റെഡിയാണോ? ഒറ്റയ്ക്കല്ല, പ്രൈസർ ഫാമിലി നിനക്കൊപ്പമുണ്ട്. വഴി തുറന്ന് കിട്ടുവാൻ, ചെകുത്താൻ തകരുവാൻ, കടൽ മാറുവാൻ, നിങ്ങൾക്ക് വേണ്ടി ഒരു ഉപവാസം ക്രമീകരിക്കുവാൻ ആഗ്രഹിച്ചായിരിക്കുന്നുവെങ്കിൽ പ്രൈസർ ഫാമിലിയിലേക്ക് കോൺടാക്ട് ചെയ്തോ. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം, ഉപവസിക്കാം. വഴി തുറന്ന് കിട്ടി ഒത്തിരി പേരെ പോലെ ആ വഴിയിൽ സന്തോഷിച്ച് കർത്താവിൻ്റെ നാമത്തെ ഉയർത്താം. നിങ്ങളുടെ പ്രാർത്ഥന വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും ഷെയർ ചെയ്തും ഈ മെസ്സേജ് എത്തിക്കുക. അതുപോലെ നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് അറിയിക്കുക. പ്രൈസർ കുടുംബത്തിലെ അംഗങ്ങളായി നമുക്ക് മാറാം. വാക്തത്വത്തിലേക്ക് നമുക്ക് കടന്ന് ചെല്ലാം. ആമേൻ. ഉപവാസമെങ്കിൽ ഉപവാസം, പ്രാർത്ഥനയെങ്കിൽ പ്രാർത്ഥന, മധ്യസ്ഥമെങ്കിൽ മധ്യസ്ഥത. അതെ, നമ്മൾ പ്രാപിക്കും. ശത്രു കെട്ടി ഉയർത്തുന്ന കോട്ട കൊത്തളങ്ങളെ നമ്മൾ തകർക്കും. എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ 11:30 മുതൽ പ്രൈസർ ഫാമിലിയുടെ ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ. ലിങ്ക് നിങ്ങൾക്ക് അവൈലബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക. ആ ലിങ്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ലൈവിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. വരുന്ന ആഴ്ചയിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയം നിങ്ങളുടെ സാക്ഷ്യമായി മാറും. എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതൽ പ്രൈസർ ഫാമിലിയുടെ വിശുദ്ധ സഭാരാധന ലൈവ് സ്ട്രീം ചെയ്യുന്നുണ്ട്. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഒരു ആത്മീയ ആരാധന, പൈശാചിക മണ്ഡലങ്ങളെ തകർത്ത് വാക്തത്വത്തിലേക്ക് നിങ്ങൾക്ക് കടന്നു ചെല്ലുവാൻ കഴിയും വിധത്തിലുള്ള ആത്മീയ ആരാധന നിങ്ങൾക്ക് മിസ് ചെയ്യുന്ന പക്ഷം നിങ്ങൾ ജോയിൻ ചെയ്യുക. കടന്നു വരുവാൻ കഴിവുള്ളവർ കടന്നു വരുവാൻ കഴിയുന്നവർ, ഒരു ആത്മീയ ആരാധനയ്ക്ക് കടന്നു പോകാതെ ആയിരിക്കുന്നവർ പ്രൈസർ ഫാമിലിയിലേക്ക് കടന്നു വരിക. സ്വാഗതം. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. 12 മണി മുതൽ കുഞ്ഞുങ്ങളുടെ സഭാരാധന. അവർക്ക് മുമ്പിലും വഴികൾ തുറന്ന് വരട്ടെ. ലിങ്കുകൾ, ലൈവിൻ്റെ ലിങ്കുകൾ നിങ്ങളുടെ പ്രിയപ്പെട്ടവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വെള്ളിയാഴ്ചയിലും ഞായറാഴ്ചയിലും അവരെയും ലൈവിൽ ജോയിൻ ചെയ്യിപ്പിക്കുക. നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ചാട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, അനുഗ്രഹീതമായിരിക്കുന്ന നല്ല സമയം. കടലുണ്ട്, ചെകുത്താനുണ്ട്, മധ്യത്തിൽ കർത്താവെ എന്ത് ചെയ്യണമെന്നറിയാതെ കരയുന്നവരുണ്ട്. അങ്ങ് അവിധത്തിൽ കരയുന്നവരെ കാട്ടി അവർക്ക് വഴി തുറന്നു കൊടുത്ത കൃപയ്ക്കായി സ്തുതിക്കുന്ന കർത്താവെ, ആ വഴിയിലൂടെ ഇവർ ബഹുദൂരം അനുഗ്രഹങ്ങളിലേക്ക് സഞ്ചരിക്കട്ടെ. ആ ശത്രു ഇവർക്ക് മുമ്പിൽ തകർക്കപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ശത്രു തകർന്ന കൃപയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഇവരിലെ രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. യേശുവേ, ഇവരിലെ എല്ലാ രോഗങ്ങളെയും ഇപ്പോൾ അങ്ങ് സൗഖ്യമാക്കണമേ. ആ രോഗങ്ങൾ വിട്ടുമാറട്ടെ. രോഗാതുരമായ നാഡീ നരമ്പുകൾ, കോശങ്ങൾ, അവയവങ്ങൾ സൗഖ്യമാകട്ടെ. അസ്ഥി സംബന്ധമായ രോഗമുഖാന്തരം നാട്ടിൽ കടന്നു വരുവാൻ ആഗ്രഹിച്ച് എന്നാൽ അതിനുള്ള സാഹചര്യം അനുകൂലമല്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്ക്. കർത്താവ് നിന്നെ സൗഖ്യമാക്കി. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിച്ചാട്ടെ. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ജന്മനാലുള്ള രോഗമുഖാന്തരം ഒരു കുഞ്ഞിൻ്റെ സ്തോത്രം, ആ സംസാരത്തിൽ ബുദ്ധിമുട്ടുണ്ട്. യേശുവിൻ നാമത്തിൽ കർത്താവ് തൊടുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ സൗഖ്യമാക്കിയ കൃപയ്ക്കായി. കുദരത്തിലായിരിക്കുന്ന കുഞ്ഞിന് വളർച്ച പോരാ, സ്കാനിങ്ങിൽ അതിനെ കാണുവാൻ കഴിയുന്നില്ല എന്ന് വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന സഹോദരി, അടുത്ത സ്കാനിങ്ങിൽ വളർച്ചയുള്ള, ആഴ്ചയ്ക്കൊത്തവണ്ണമുള്ള, ദിവസത്തിനൊത്തവണ്ണമുള്ള വളർച്ചയുള്ള കുഞ്ഞിനെ ആ സ്കാനിങ്ങിൽ കർത്താവ് കാണിക്കുവാൻ പോകുക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. ചില മാസങ്ങളായി ജോലി നഷ്ടപ്പെട്ട് കരയുന്ന ഒരു സഹോദരൻ പ്രാർത്ഥിക്കുക. കർത്താവ് നിനക്ക് വേണ്ടി അത്ഭുതം പ്രവർത്തിക്കുക. ചില ലീഗൽ ഇഷ്യൂസിൽപ്പെട്ടായിരിക്കുന്ന സഹോദരി പ്രാർത്ഥിക്കുക. ആ കേസിൽ നിന്ന് കർത്താവ് നിന്നെ പുറത്തു കൊണ്ടുവരിക. നിന്റെ അലച്ചിലിന് കർത്താവ് അറുതി വരുത്തുക. താങ്ക് യു ലോർഡ്. യേശുവിൻ നാമത്തിൽ ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർക്ക് അങ്ങ് അനുഗ്രഹിക്കപ്പെട്ട ജോലികൾ നൽകണമേ. തടസ്സങ്ങൾ മാറട്ടെ. കാത്തിരിപ്പിന് അറുതി വരട്ടെ. പുതിയ ജോലികൾ ലഭിക്കട്ടെ. ശത്രുക്കളായി എഴുന്നേൽക്കുന്നവരുടെ, നിന്ദിക്കുന്നവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിച്ചോട്ടെ. വാക്കുകൊണ്ട് തകർക്കുവാൻ പദ്ധതി ഒരുക്കുന്നവരുടെ മധ്യത്തിൽ ഇവരെ അങ്ങ് മാനിക്കണം. കർത്താവ് എല്ലാ കടഭാരങ്ങളും, പലിശക്കടങ്ങളും, ജപ്തി നോട്ടീസുകളും മാറിപ്പോകട്ടെ. സാവകാശം ലഭിച്ചാൽ അടയ്ക്കുവാൻ കഴിയും. എന്നാൽ സാവകാശം കിട്ടാതെ ഭാരപ്പെട്ടായിരിക്കുന്നവർ സഹോദര, നിനക്ക് കർത്താവ് സാവകാശം തരിക. യേശുവിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്കായി. താങ്ക് യു ലോർഡ്. ഭവനമില്ലാതെ ഭാരപ്പെട്ടായിരിക്കുന്ന കുടുംബം, യേശുവേ, ഇവർക്കങ്ങ് ഭവനം നൽകിയാട്ടെ.
അനുഗ്രഹിക്കപ്പെട്ട ഭവനങ്ങൾ നൽകണമേ. വസ്തുക്കൾ വാങ്ങട്ടെ, വാഹനങ്ങൾ വാങ്ങട്ടെ, കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ ഡിവോഴ്സുകളും മാറിപ്പോകട്ടെ, സ്നേഹമുണ്ടാകട്ടെ, ഐക്യത ഉണ്ടാകട്ടെ. കുടുംബത്തെ ചിതറിക്കുന്ന ചില വാക്കുകളെ, പ്രവർത്തികളെ ഞങ്ങൾ ശാസിച്ച് പ്രാർത്ഥിക്കുന്നു. പൈശാചിക മണ്ഡലങ്ങളെ ഞങ്ങൾ തകർക്കുന്നു കർത്താവ് യേശുവിൻ നാമത്തിൽ. തലമുറകളുടെ വിദ്യാഭ്യാസ ഭാവി അനുഗ്രഹമായി തീരട്ടെ, അവരുടെ മുൻപോട്ടുള്ള ജീവിതം അനുഗ്രഹമായി തീരട്ടെ. താങ്ക് യു ലോർഡ്, യേശുവിൻ നാമത്തിൽ. നന്ദി കർത്താവേ, നന്ദി യേശുവേ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുക്കട്ടെ, രാജ്യങ്ങളുടെ വാതിലുകൾ തുറക്കപ്പെടട്ടെ, വിസകൾ വരട്ടെ, വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ, കാമകൾ അടിച്ചു കിട്ടട്ടെ, PR ലഭിക്കട്ടെ. സ്തോത്രം. OET, IELTS എക്സാമുകൾക്കായി പ്രിപ്പയർ ചെയ്യുന്നവർ, പ്രോമെട്രിക് എക്സാമുകൾ എഴുതുന്നവർ, നല്ല റിസൾട്ട് ഉണ്ടാകട്ടെ. രാജ്യങ്ങളിൽ നിന്ന് രാജ്യങ്ങളിലേക്ക് കടന്നു പോകട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടട്ടെ, വിശാലത വെളിപ്പെടട്ടെ. പല രാജ്യങ്ങളിലും എത്തിയും നന്മ പ്രാപിക്കുവാൻ കഴിയാതെ ആയിരിക്കുന്നവർ നന്മയുണ്ടാകട്ടെ. യെസ് അപ്പാ, ഇതിവിടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. നല്ല റിസൾട്ടുകൾ ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങപ്പെടട്ടെ. ആത്മീയ ജീവിതം പണിയപ്പെടട്ടെ, പ്രാർത്ഥനാ ജീവിതം പണിയപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. ചെകുത്താൻ തകർന്ന്, ചെങ്കടൽ പിളർന്ന്, സ്വർഗം ഇവർക്ക് മുമ്പിൽ വഴി തുറക്കുന്ന കൃപയ്ക്കായി സ്തുതിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ഈ ജനത്തെ അടിയൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാക്കി പരിപാലിക്കും. വലിയ സാക്ഷ്യത്തിനായി ഒരുക്കും യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ. നാളെ പകൽ ദൈവം അനുവദിച്ചാൽ നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ടനുഗ്രഹം പ്രാപിച്ച പ്രഷർ ഫാമിലിയുടെ പ്രഭാതമന്നെ എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരേക്കും പ്രിയരെ, ഹാവ് എ നൈസ് ഡേ. പ്രേഷർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290. സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.